റൊണാൾഡീനോയുടെ കാലിൽ പന്തെത്തിയാൽ അതൊരു സാധാരണ ഫുട്ബോൾ മത്സരമായിരുന്നില്ല, ഒരു കലാപ്രകടനമായി മാറുമായിരുന്നു. അസാധാരണമായ ഡ്രിബ്ലിംഗ്, അത്ഭുതപ്പെടുത്തുന്ന പാസുകൾ, എതിരാളികളെ നിമിഷങ്ങൾക്കുള്ളിൽ മറികടക്കുന്ന സ്കില്ലുകൾ. പന്തിനെ കാലിൽ ഒട്ടിച്ചു വെച്ചതുപോലെ കളിക്കളത്തിലെ തന്റെ കോൺഫിഡൻസ് കൊണ്ടും ഒരു മനോഹരമായ പുഞ്ചിരി കൊണ്ടും ലക്ഷക്കണക്കിന് ആരാധകരുടെ മനം കവർന്ന ലെജൻഡ്. $5 മാത്രം ബാലൻസ് ഉള്ള താരമായി മാറിയത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നിർഭാഗ്യവശാൽ റൊണാൾഡീനോയുടെ പ്രൊഫഷണൽ കരിയറിലെ അവസാന ഘട്ടം വളരെ പരിതാപകരമായിരുന്നു. ഒരിക്കൽ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ വെറും $5 മാത്രമായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. റൊണാൾഡീനോ ചെറിയ പ്രായം മുതലേ വളരെ ടാലന്റഡ് ആയ ഒരു ഫുട്ബോളറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ക്ലബ്ബുകളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. PSG മികച്ച നാളുകൾക്ക് ശേഷം ബാർസലോണയിലേക്കുള്ള നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും നേടിയെടുത്ത ഇൻക്രെഡിബിൾ ആയ ഒരു സീസണിന് ശേഷം 2005 ബാലൻഡർ പുരസ്കാരം സ്വന്തമാക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വർദ്ധിച്ചു. തന്റെ സാലറിയിലെ വർധനവിനോടൊപ്പം ലോകത്തിലെ പോപ്പുലർ ബ്രാൻഡായ കൊക്കക്കോളയും EA സ്പോർട്സും നൈക്കിയുമായി അദ്ദേഹം പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. പക്ഷേ ഈ വരുമാനം റൊണാൾഡോയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചപ്പോൾ വളരെ നെഗറ്റീവായ രീതിയിലായിരുന്നു അദ്ദേഹത്തെ ഇമ്പാക്റ്റ് ചെയ്തത്. കയ്യിൽ പണമുള്ളപ്പോൾ ഒരു ലക്ഷറീസായ ലൈഫ് സ്റ്റൈൽ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. റൊണാൾഡീനോ പണം ചിലവഴിക്കുന്നതിൽ ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു സത്യം. തന്റെ ജീവിതം ആഡംബരമാക്കുന്നതിനായി പല എക്സ്പെൻസീവ് വസ്തുക്കളും പല പ്രോപ്പർട്ടികളും അദ്ദേഹം വാങ്ങിക്കുകയുണ്ടായി. അതോടൊപ്പം നൈറ്റ് ക്ലബ്ബുകളിലും പാർട്ടികളിലും അദ്ദേഹം ഒരു പ്രധാന സാന്നിധ്യമായി മാറി. പക്ഷെ തന്റെ വരുമാനം കുറഞ്ഞതോടെ അദ്ദേഹം വളരെ വലിയ തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കാണ് ചെന്നെത്തിയത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ബാഴ്സയിൽ നിന്ന് AC മിലാനിലേക്ക് പോയപ്പോൾ റൊണാൾഡോയുടെ ഏകദേശം £480,000 പ്രതിമാസം സാലറി. ഇത് ഫ്ലമംഗോയിൽ എത്തിയതിനു ശേഷം ആഴ്ചയിൽ £1,00,000 ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ക്ലബ്ബ് അദ്ദേഹത്തിന്റെ സാലറി £25,000 വെട്ടിക്കുറച്ചു. എന്നാൽ ആ സാലറി ക്ലബിന് കൃത്യമായി നൽകാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഇതോടെ റൊണാൾഡീനോയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. അത്ലറ്റിക്കോ മിനറോയിലെ പ്രസന്റേഷനിൽ താൻ പെപ്സി കുടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിൽ കൊക്കക്കോളയുമായുള്ള വമ്പൻ കോൺട്രാക്റ്റും അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. തന്റെ പ്രൊഫഷണൽ കരിയറിന്റെ അവസാന ഘട്ടങ്ങളിൽ തന്റെ വരുമാന മാർഗം കുറഞ്ഞെങ്കിലും ദൂർത്തടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. തീർത്തും ഇല്ലീഗലായ കൺസ്ട്രക്ഷൻ നടത്തിയതിന്റെ പേരിൽ തന്റെ രാജ്യത്തെ അതോറിറ്റികൾ അദ്ദേഹത്തിന് ഏകദേശം £2 മില്യൺ പിഴ ചുമത്തിയിരുന്നു. അദ്ദേഹം ആ ഒരു ഫൈൻ അടച്ചു തീർക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായി അടച്ചു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വർഷം 2018 ബ്രസീലിയൻ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കി. എന്നാൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. അതിൽ വെറും $5 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം ഫേക്ക് പാസ്പോർട്ടുമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് ലാറ്റിൻ അമേരിക്ക രാജ്യമായ പരഗ്വേയിൽ വെച്ച് റൊണാൾഡീനയും തന്റെ ബ്രദറിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വഷളായി. ഇരുവർക്കും ഏകദേശം £1,53,000 പിഴ കോടതി വിധിച്ചപ്പോൾ 32 ദിവസത്തെ ജയിൽ ശിക്ഷയും അതിനുശേഷം 4 മാസത്തെ ഹൗസ് അറസ്റ്റും അവർക്ക് നേരിടേണ്ടി വന്നു.